ഒരുപാട് സിനിമകൾ റിലീസായ ഒരു സമ്മർ സീസൺ ആയിരുന്നു 1998 ഏപ്രിൽ ആൻഡ് മെയ്. കുറേ ഹിറ്റുകളും ഉണ്ടായിരുന്നു, ഒരുപാട് സർപ്രൈസ് ഹിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സീസണെ കുറിച്ചാണ് ഈ എപ്പിസോഡ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർ ഹിറ്റ് സംവിധായകനായ രാജസേനൻ ജയറാം കൂട്ടുകെട്ടുകളിലാണ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളത്. ജയറാം ഇല്ലാതെ വളരെ അപൂർവം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമയായിരുന്നു ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. അതിൽ നമുക്ക് ഇന്നും റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമയാണ്. അതിൽ ഒടിയൽ ഉണ്ണികൃഷ്ണൻ, പ്രധാനമായിട്ട് ഒടിയൽ ഉണ്ണികൃഷ്ണൻ്റെ മക്കളായ കൊച്ചിൻ ഹനീഫയും ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, അവരുടെ ഭാര്യമാരായ ബിന്ദു പണിക്കരി, കെ പി ലളിത, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. നഗ്മ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമ. അങ്ങനെ ആ ഒരു സിനിമ ആ ഒരു സീസണിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് മഞ്ജു വാര്യർ അഭിനയിച്ച MTയുടെ ദയ എന്ന് പറയുന്ന ഒരു സിനിമ. അതൊരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. നമ്മുടെ ക്യാമറാമാനും കൂടിയായ വേണു സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു. കൃഷ്ണ അതിൽ ചെറിയ നായക വേഷം എന്ന് പറയാം. കുറേ പേരുണ്ട്, ലാല്, ഇവരെല്ലാവരും അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമ ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു അന്ന് ആ ഒരു സിനിമയ്ക്ക്. പിന്നെ ലോഹിതദാസിൻ്റെ സിനിമ കന്മദം, മോഹൻലാലും ലാലും മഞ്ജു വാര്യർ, സിദ്ദിഖ് ഒരു ഗസ്റ്റ് റോൾ ആണെങ്കിൽ പോലും വളരെ നല്ലൊരു വേഷം ചെയ്തിട്ടുള്ളതാണ്. രവീന്ദ്ര മാഷിന്റെ സംഗീതം നമ്മൾ ഇന്നും മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്, അല്ലെങ്കിൽ മൂവന്തി താഴ്വയിൽ എന്ന് പറഞ്ഞ സോങ് ഒക്കെ നമ്മൾ റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു അന്ന് കന്മദം. കാരണം അതിന് തൊട്ട് മുമ്പ് 97 ഭൂതക്കണ്ണാടിയിലൂടെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന ഒരു സിനിമ 97 വിഷുവിന് റിലീസായ ഒരു സിനിമയായിരുന്നു. ലോഹിദാസിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം ഭൂതക്കണ്ണാടി. അത് കഴിഞ്ഞ് ലോഹിദാസ് 97 തന്നെ കാരുണ്യം എന്ന് പറയുന്നത് ആ ഒരു ക്രിസ്മസിന് റിലീസായ ഒരു സിനിമയായിരുന്നു. കാരുണ്യത്തിന് ശേഷം ലോഹിദാസ് ചെയ്ത ഒരു സിനിമയാണ് കന്മദം. അപ്പോൾ കാരുണ്യം റിലീസായി അതിങ്ങനെ തിയേറ്ററിൽ നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ഏകദേശം ഷൂട്ട് തുടങ്ങിയ ഒരു 40-50 ദിവസത്തിനുള്ളിൽ ആ സിനിമ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലോഹിദാസ് ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി ലോഹിദാസ് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സീൻസ് എഴുതും. അങ്ങനെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ ഒരുപാട് 2-3 മണിക്കൂർ മാത്രം ഉറങ്ങി അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു കന്മദം. അങ്ങനെ കന്മദം ആ ഒരു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസം തിയേറ്ററുകളിലെത്തി. പിന്നെ ലാൽ ജോസ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ്റെ സിനിമ, കമലിൻ്റെ കൂടെയൊക്കെ ഒരുപാട് വർഷം അസിസ്റ്റന്റ് ചെയ്ത് ഒരുപാട് സംവിധായകരോട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ലാൽ ജോസ് മമ്മൂട്ടി നായകനാക്കി ചെയ്യുന്ന ഒരു സിനിമ ഒരു മറവത്തൂർ കനവ്. മറവത്തൂർ കനവിൻ്റെ ചരിത്രം നമുക്കറിയാം. ആദ്യം ജയറാമിൻ്റെ ഡേറ്റ് കിട്ടി, ജയറാമിനെയും മുരളീനെയും വെച്ച് പ്ലാൻ ചെയ്തു. പിന്നീട് അതൊക്കെ മാറി മറിഞ്ഞ് മുരളിയും ജയറാമും മാറുന്നു, പിന്നീട് മമ്മൂട്ടിയും ബിജു മേനോനും ആവുന്നു. അങ്ങനെ നമുക്കറിയാം, അതിൻ്റെ കുറേ പേർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ ഒരു മുരളി ചേട്ടനും മമ്മൂട്ടി ജയറാം അനിയനുമായിരുന്ന പ്ലാൻ ചെയ്ത സിനിമ പിന്നീട് മാറി ആ നായകനെ ചേട്ടനാക്കി, അത് മമ്മൂട്ടിയായി, അനിയന്റെ കഥാപാത്രം ബിജുമേനായി, അങ്ങനെ മാറി മറിഞ്ഞ ഒരു സിനിമയാണ്. കുറച്ച് കാലം എടുത്തു ആ ഒരു സിനിമയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കാൻ. അതിന് ഷൂട്ട് ചെയ്യുന്നു, ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നു. ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ശരിക്കും അന്ന് മമ്മൂട്ടിക്ക് അത്ര നല്ല സമയമല്ല, മമ്മൂട്ടിയുടെ സിനിമകളൊന്നും അങ്ങനെ ഭയങ്കര വിജുവൽ. അപ്പം അന്ന് തിയേറ്ററിൽ പുതിയൊരു സംവിധായകനും കൂടി ആയതുകൊണ്ടായിരിക്കാം തിയേറ്ററുകാരൊക്കെ മറ്റ് സിനിമകളുടെയൊക്കെ ഇതൊക്കെ നോക്കി, ചാർട്ടിംഗ് ഒക്കെ നോക്കിയിട്ട് മാത്രമാണ് മറവത്തൂർ കനവിന് ഡേറ്റ് കൊടുത്തത്. ഇവൻ മറവത്തൂർ കനവിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്, അന്ന് ആ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ 18ഓളം സിനിമകൾ അന്ന് തിയേറ്ററിൽ എല്ലാ ഭാഷയിലും കൂടി അന്ന് ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അന്ന് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് മറ്റ് സിനിമകളുടെ തിരക്കൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് അന്ന് കമൽഹാസനും പ്രഭുദേവ അഭിനയിക്കുന്ന കാതല എന്ന് പറഞ്ഞ സിനിമ, ആ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുമ്പോൾ അതിന്ന് കിട്ടുന്ന ഒരു ബ്രേക്ക്, ഒരു ഗ്യാപ്പിലാണ് സ്റ്റുഡിയോ ഇവർക്ക് മറവത്തൂർ കനവിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. എന്തായാലും മറവത്തൂർ കനവും ആ ഒരു വിഷു സീസണിൽ തിയേറ്ററിലെത്തി. പിന്നെ ഒരു സിനിമ ലാൽ ജോസിന്റെ തന്നെ ഗുരുവായ കമൽ, അത് വളരെ പ്രതീക്ഷയോടുകൂടി കമൽ രഞ്ജിത്ത് ഹിറ്റ് കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ഒരു സിനിമ, രഞ്ജിത്ത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സിനിമ, ജയറാമും ദിലീപും ശാലിനിയും ഒക്കെ അഭിനയിച്ചൊരു സിനിമ, കൈക്കൂടുന്ന നിലാവ് എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു സിനിമയിൽ ശിഷ്യനും ഗുരുവും ഒരുമിച്ച് ഏറ്റുമുട്ടി എന്നൊക്കെ പറഞ്ഞ അന്ന് വാർത്തകളൊക്കെ ആയിരുന്നു. പിന്നെ മറ്റൊരു പ്രധാന സിനിമ തിരകൾക്കപ്പുറം, സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും ഒരുമിച്ച് അഭിനയിക്കുന്നു. ചെമ്മീൻ സിനിമയുടെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലായിരുന്നു ആ ഒരു സിനിമ നടന്നിരുന്നത്. അതും അത്യാവശ്യം പ്രതീക്ഷയായിരുന്നു. കാരണം സുരേഷ് ഗോപി എന്നൊരു ആക്ഷൻ ഹീറോയാണ്, ഇടയ്ക്ക് ഇതുപോലെയുള്ളൊരു ഫാമിലി സബ്ജക്റ്റുകൾ ചെയ്തു. മഞ്ജു വാര്യർ എന്ന ടോപ്പ് ഹീറോയിനായിട്ട് തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ആ ഒരു സിനിമയ്ക്ക് അന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫാസിലിൻ്റെ സ്ക്രിപ്റ്റിൽ ഫാസിലിൻ്റെ അസിസ്റ്റന്റ് മുരളി കൃഷ്ണ ഡയറക്റ്റ് ചെയ്യുന്ന
ശാലിനിയും ദിലീപും തന്നെ അഭിനയിക്കുന്ന സുന്ദര കില്ലാടി എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ട് ആ ഒരു വിഷുവിനോടനുബന്ധിച്ച് നിന്ന് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. പിന്നെ മെയ് മാസമാണെങ്കിൽ മെയ് മാസത്തോടുകൂടി എത്തിയപ്പോൾ എനിക്ക് തോന്നും ഏപ്രിൽ അവസാനം മെയ് മാസമാണ് മമ്മൂട്ടിയുടെ തന്നെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയും അന്ന് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് പുറത്തൊക്കെ വിദേശത്തൊക്കെ ഭയങ്കര അഭിപ്രായം കിട്ടി, കേരളത്തിലും വന്ന് തരംഗം സൃഷ്ടിച്ച ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയും ആ സമയത്ത് സമ്മർ വെക്കേഷനിൽ വന്നതാണ്. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത, ശ്രീനിവാസൻ തന്നെ നായകനായിട്ട് അഭിനയിച്ച ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാതല കാതല എന്ന് പറയുന്ന സിനിമ. അപ്പം ഇത്രയും സിനിമകളായിരുന്നു പ്രധാനമായിട്ടും അന്ന് തിയേറ്ററുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വിന്നർ, ആ ഒരു സീസണിലെ വിന്നർ എന്ന് പറയുന്നത് മലയാള സിനിമ എടുത്ത് കഴിഞ്ഞാൽ അത് നമ്പർ 1 എന്ന് മറവത്തൂർ കനവ് തന്നെയായിരുന്നു. കാരണം അന്ന് മറവത്തൂർ കനവിനെക്കാട്ടും പ്രതീക്ഷയോടുകൂടിയാണ് മറ്റു സിനിമകളൊക്കെ അന്ന് തിയേറ്ററിലെത്തിയത്. പക്ഷെ അന്ന് മമ്മൂട്ടിക്കൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. കാരണം അതിന് തൊട്ട് മുമ്പ് മമ്മൂട്ടി കുറച്ച് ഇങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ഭയങ്കര വിജയമൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊണ്ട് മറവത്തൂർ കനവിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്നത് അന്ന് കന്മതം തന്നെയാണ്. കന്മതവും പിന്നെ കൈക്കൊടുന്ന നിലാവ് നഷ്ടമൊന്നുമല്ല, പക്ഷെ അത് ഭയങ്കര ഹിറ്റൊന്നല്ലായിരുന്നു. പക്ഷെ ഈ തിരകൾക്കപ്പുറവും ദയയും അന്ന് വിചാരിച്ച പോലെ അന്ന് തിയേറ്ററുകളിൽ തിരകൾക്കപ്പുറമൊക്കെ അന്ന് ഫ്ലോപ്പ് തന്നെയായിരുന്നു. പിന്നെ സുന്ദരക്കില്ലാടി സിനിമ അത്യാവശ്യം നല്ലൊരു ഇനീഷ്യലൊക്കെ വന്ന് ഭയങ്കര പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ അങ്ങനെ ലോങ് റണ്ണിൽ വലിയ ഒരു നേട്ടം ആ ഒരു സിനിമ കൈവരിച്ചില്ല. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു സിനിമയും അന്ന് അങ്ങനെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. അന്ന് സിദ്ധാർത്ഥയും മറവത്തൂർക്കാരും ഒക്കെ ഏകദേശം ഒരേ സമയത്തായിരുന്നു എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥയിൽ അഭിനയിക്കുന്ന സമയത്താണ് മമ്മൂട്ടി മറവത്തൂർ കനവ് വരണത്. അപ്പോൾ അതിൻ്റെ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലൊക്കെ അന്ന് ലാൽ ജോസും മമ്മൂട്ടി തമ്മിൽ എന്തോ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സിദ്ധാർത്ഥ ജോമോൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമ, ബിജു മേനോനും മറവത്തൂർ കനവിൻ്റെ അതേ കാസ്റ്റൊക്കെ തന്നെയാണ് അതിലും ഉള്ളത്. തിലകനുണ്ട്, നെടുമുടിയുണ്ട്, ശ്രീവിദ്യയുണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു ആ ഒരു സിനിമ. പക്ഷെ ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. പിന്നെ ചിന്താവിഷ്ടയ ശ്യാമള, അതൊരു ശ്രീനിവാസ സിനിമ. ശ്രീനിവാസൻ ആകെ രണ്ട് സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ, വടക്ക് നോക്കിയന്ത്രവും ചിന്താവിഷ്ടയ ശ്യാമള. ചിന്താവിഷ്ടയ ശ്യാമളൊക്കെ ഇന്ന് കാലത്തിനപ്പുറം ജീവിക്കണം, ഇന്നും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അതിലെ കഥകൾ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹം അതിൽ ചർച്ച ചെയ്തിരുന്നത്. അത് വളരെ രസകരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അതിൽ മികച്ച നടിക്കുള്ള അവാർഡ് വരെ കിട്ടി. ശ്രീനിവാസന് വന്ന എന്തൊക്കെയോ അവാർഡുകൾ, ഏഷ്യാനെറ്റ് അവാർഡ് ഉൾപ്പെടെയുള്ള കുറച്ച് അവാർഡുകളൊക്കെ, മികച്ച സംവിധായകനുള്ള അവാർഡുകളൊക്കെ ശ്രീനിവാസന് കിട്ടിയിട്ടുണ്ടോ. എന്തായാലും ആ ഒരു വിഷു സീസൺ മറവത്തൂർ കനവ്, ചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ ചാണ്ടി ചായൻ്റെ സിനിമ, മമ്മൂട്ടി തന്നെയാണ് ആ ഒരു വിഷു തൂക്കി എന്ന് തന്നെ പറയും. അപ്പോൾ ഇത്രയും സിനിമകൾ നിങ്ങളന്ന് ഏതൊക്കെ സിനിമകളാണ് നിങ്ങളന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യുക.